എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മികച്ച നടൻ ആര്? മത്സരത്തിൽ മുൻപന്തിയിൽ തന്നെ മമ്മൂക്കയും ദുൽഖറും. വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മലയാളികളുടെ പ്രിയ താരങ്ങളാണ് മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ മകനും നടനുമായ ദുൽഖർ സൽമാനും. കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്താണ് മമ്മൂട്ടി പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്നുവെങ്കിൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന താരമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാൻ. ഈ അവസരത്തിൽ മികച്ച നടൻ ആരാകുമെന്നുള്ള മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് ഇരുവരും. സൈമ 2025 മികച്ച നടനുള്ള മത്സരത്തിലാണ് മമ്മൂക്കയും DQവും നോമിനേഷനിലുള്ളത്. മമ്മൂട്ടി മലയാളത്തിലാണെങ്കിൽ DQ തെലുങ്കിലെ മികച്ച നടനാകാനുള്ള മത്സരത്തിലാണ്. ബ്രഹ്മയുഗമെന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് നോമിനേഷനിൽ ഉള്ളത്. ഒപ്പം ആസിഫ് അലി കിഷ്കിണ്ഠകാണ്ഡം എന്ന സിനിമയിലൂടെയും ഫഹദ് ഫാസിൽ ആവേശം എന്ന സിനിമയിലൂടെയും പൃഥ്വിരാജ് ആടുജീവിതം, ടൊവിനോ തോമസ്, ARM, ഉണ്ണി മുകുന്ദൻ, മാർക്കോ എന്നിവരും മികച്ച നടനാകാനുള്ള സൈമ അവാർഡിൽ മത്സരിക്കുന്നുണ്ട്. തെലുങ്കിൽ വൻപൻ താരങ്ങൾക്കൊപ്പമാണ് DQ മാറ്റുരക്കുക. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ DQ ഉള്ളത്. അല്ലു അർജുൻ പുഷ്പ 2ലെ പ്രകടനത്തിനും ജൂനിയർ NTR ദേവര എന്ന സിനിമയുടെ പ്രകടനത്തിനും നാനി, പ്രഭാസ് തുടങ്ങിയവരും ഈ ഒരു ലിസ്റ്റിൽ DQനൊപ്പം മത്സരിക്കുന്നുണ്ട് മികച്ച നടനാകാൻ വേണ്ടിയുള്ള മത്സരത്തിൽ. മികച്ച നടിക്കുള്ള സൈമ അവാർഡിൽ മലയാളത്തിൽ നിന്നും 6 പേരാണ് മത്സരിക്കുന്നത്. ജ്യോതിർമയി, ബൊഗെയിൻവില്ല, മമിത ബൈജു, പ്രേമലു, നസ്രിയ, സൂക്ഷ്മദർശിനി, പാർവതി തിരോത്ത്, ഉള്ളൊഴുക്ക്, ഉർവശി, ഉള്ളൊഴുക്ക്, സരീൻ ഷിഹാബ്, ആട്ടം എന്നിവരാണ് ആ താരങ്ങൾ. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ സൈമ അവാർഡിൽ മികച്ച മലയാള നടൻ ആരാകും? മികച്ച മലയാള നടി ആരാകും? മികച്ച തെലുങ്ക് നടൻ ആരാകും? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.